ഹലോ കുട്ടികളെ, അപ്പോൾ നമ്മൾ ഇന്നും പോകുന്നത് പുതിയൊരു ഹോട്ടൽ തേടിയിട്ടാണ്. നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എത്ര ദൂരം വേണമെങ്കിലും പോവാൻ നമുക്ക് ഒരു മടിയില്ല അല്ലേ. അതുപോലെ നമ്മൾ ഇന്നും ഇറങ്ങിയിട്ടുണ്ട്. പുറത്ത് നല്ല അടിപൊളി മഴയാണ്. ആരും പുറത്തിറങ്ങാൻ മടിക്കുന്ന ഈ സമയത്ത് നമ്മൾ പോവുകയാണ് സൈഫുവിൻ്റെ സുൽത്താൻ ഹോട്ടലും തേടി നേരെ പറമ്പിൽ പീടികയിലേക്ക്. അപ്പോൾ ഇതാണ് സൈഫുവിൻ്റെ സുൽത്താൻ ഹോട്ടൽ. കാക്കത്തടം എന്ന് പറയുന്ന സ്ഥലത്താണ്. പറമ്പിൽ പീടിക കഴിഞ്ഞിട്ട് കാക്കത്തടം എന്ന് പറയുന്ന സ്ഥലത്താണ്. ചെന്നപ്പോൾ തന്നെ എനിക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ വളരെ ഇഷ്ടപ്പെട്ടു. വേറെ ഒന്നും കൊണ്ടല്ല, അവിടുത്തെ നീറ്റ്നെസ് കൊണ്ട് തന്നെയാണ്. വളരെ നീറ്റായിട്ടാണ്, ഇത്രയൊക്കെ മഴയുണ്ടെങ്കിലും വളരെ നീറ്റായിട്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. കൈ കഴുകി തിരിഞ്ഞപ്പോൾ കണ്ടത് സൈഫുവിൻ്റെ ഈ ഒരു ഫ്ലെക്സാണ്. വായിച്ചു നോക്കിയപ്പോൾ വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നി. വേറൊന്നുമല്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളുടെ ഫുഡ് കഴിക്കാം. യാതൊരു വിധത്തിലുള്ള മായം ചേർത്തിട്ടില്ല. സ്വാദ് കുറച്ച് കുറവാണെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഒപ്പം ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചപ്പോൾ വല്ലാത്തൊരു സന്തോഷവും ഒരു സമാധാനവും തോന്നി. ഇന്നത്തെ ഈ ഒരു കാലത്ത് ഇങ്ങനത്തെ ആളുകൾ ഉണ്ടല്ലോ എന്നുള്ള, ഇപ്പോഴും ഉണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം മനസ്സിന് തോന്നി. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറയുന്നത് ബിരിയാണിയാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ബിരിയാണിയാണ് ഞാൻ ഓർഡർ ചെയ്തു. നല്ല ചിക്കൻ പൊരിച്ച ദം ബിരിയാണിയായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് ക്യാഷ് ഒന്നുമില്ല, 110 രൂപയെ വരുന്നുള്ളൂ. മന്തിക്ക് 110ആണ്, ബിരിയാണിക്ക് 100 രൂപയാണ് കേട്ടോ. അപ്പോൾ മന്തി റൈസ് ഞാൻ ബിരിയാണി ഓർഡർ ചെയ്തപ്പോൾ കൂടെയുള്ളവർ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അവർ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ എന്നാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം, വീട്ടിൽ നിന്ന് ഉമ്മ ഉണ്ടാക്കുന്നതാണെന്നാണ് സേഫ് പറഞ്ഞത്. പക്ഷെ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് തന്നെ ഫീൽ ചെയ്തു. എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പെട്ടെന്ന് തന്നെ തീർത്തു. ഒപ്പം ഞാൻ കുറച്ച് മന്തി റൈസും കൂടെ കഴിച്ചു കേട്ടോ. അർജുനൊന്നും തീരെ വയ്യ, വയറ് ഫുള്ളാണ്. ബിരിയാണിയും മന്തി എല്ലാം കഴിച്ചിട്ടുണ്ടാവേ. അപ്പോൾ ഞാൻ മന്തി റൈസ് നോക്കിയപ്പോൾ എനിക്ക് ബിരിയാണിനേക്കാളും ടേസ്റ്റ് തോന്നിയത് മന്തിയാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു മന്തിക്ക്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞു. കൈയൊക്കെ കഴുകിയതിന് ശേഷം ഒരു കട്ടൻ ചായ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ടൻ ചായക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അതിൻ്റെ ഇടയിൽ അർജുൻ എടുത്ത് തിന്നതാണിത്. നെയ്വടയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതാ കട്ടൻ ചായ വന്നിട്ടുണ്ട്. കട്ടൻ ചായ നല്ല, ആ ഒരു ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു കട്ടൻ ചായ കൂടി കഴിക്കുമ്പോൾ നല്ല അടിപൊളി ഒരു ഫീലിംഗ് ആണ്. വയറിന് നല്ലൊരു സുഖം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനതാ കട്ടൻ ചായയും കൂടെ കുടിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ സേഫുനെന്ന് പരിചയപ്പെടാം. ഇവിടുത്തെ ഭക്ഷണത്തിന്റെ പ്രത്യേകത കേട്ടിട്ടാണ് ഞങ്ങൾ വന്നത്. എന്താണ് നിങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്? പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മള് ഭക്ഷണത്തിന് മായില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് എന്റെ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അതിന് അത്രേ ഉള്ളൂ. സാധാരണ നമ്മുടെ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങളിലൊക്കെ ഒരിക്കലും ഞാൻ അവകാശപ്പെടുന്നില്ല എന്റെ ഭക്ഷണം ഒരു ഭയങ്കര ടേസ്റ്റ് ഞാൻ അവകാശപ്പെടുന്നില്ല. കഴിച്ചപ്പോ ഞങ്ങൾക്ക് അങ്ങനെയല്ല ഫീൽ ചെയ്ത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീട്ടിലെ ഭക്ഷണമാണ്, വീട്ടിലെ അമ്മ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ ഓക്കെ. ഒരുപാട് അത്യാവശ്യമുള്ളൊരു ഘടകമാണുള്ള ഭക്ഷണം. അതില് മായം കലരുക പറഞ്ഞാല് നമ്മൾ ജീവിതത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണല്ലോ. നമ്മളൊരിക്കലും ചെയ്യൂല. നമ്മളെപ്പോഴും വീട്ടുകാരും പെടുന്ന കഴിക്കല്ല, എല്ലാവരും വീട്ടിൽ അവരെ വെച്ച് പെടുന്ന കഴിക്കല്ല. ഓക്കെ. അപ്പോൾ സേഫിൻ്റെ അടുത്തൊരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ക്യാഷ് പേയ്മെൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ആ കിച്ചൻ്റെ ഏരിയ ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ നീറ്റായിട്ടാണ് അവരെല്ലാ കാര്യങ്ങളും നല്ല നീറ്റായിട്ട് നല്ല സെറ്റായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതാ നമ്മളിനി ക്യാഷ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ 5 പേരുണ്ടായിരുന്നു. അപ്പോൾ 5 പേർക്കും കൂടെ വന്നത് 690 രൂപയാണ്. 2 ബിരിയാണിയും 3 മന്തിയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അവരോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയുന്നുണ്ടായിരുന്നു, വീഡിയോ എടുത്തിട്ട് അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാഷ് പേ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ആ സ്നാക്സൊക്കെ കണ്ടപ്പോൾ ഒരു കൊതി ഉണ്ടായിരുന്നു. മധുരം ആയതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചു. അപ്പോൾ നമ്മൾ പോവുകയാണ് ഇനി. അപ്പോൾ ഈ കാക്കത്തടം വഴി ആര് പോയാലും നിങ്ങൾ ഒരിക്കലെങ്കിലും സേഫിൻ്റെ കടയിൽ കയറിയിട്ട് ഫുഡ് കഴിക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരുടെ അടുത്തും താങ്ക് യു സോ മച്ച്. ബൈ.